ദേവമംഗൾ ആസ്ട്രോ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മംഗളൻ ശർമ്മ. തൃക്കേട്ട നാളിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതായ പൊതുവായ ചില ഫലങ്ങളെക്കുറിച്ചും 2024 ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള ഗ്രഹചാരവശാലുള്ള ഫലങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. തൃക്കേട്ട നക്ഷത്രം അസുരഗണവും ദേവത ഇന്ദ്രനും ഭൂതം വായുവും പുരുഷയോനിയും മൃഗം കേഴമാനും പക്ഷി കോഴിയും വൃക്ഷം വെട്ടിയുമാണ്. നക്ഷത്ര പക്ഷി മൃഗവൃക്ഷാദികളെ നശിപ്പിക്കാതെ പരിരക്ഷിക്കുന്നതും ഭൂതദേവതകളെ ഉപാസിക്കുന്നതും ആയുരാരോഗ്യ സമൃദ്ധിക്കും ഐശ്വര്യാഭിവൃദ്ധിക്കും ഏറെ ഗുണകരമാണ്. രാഹുൽ ഗാന്ധി, കമൽ ഹാസൻ, പെരുവനം കുട്ടന്മാരാർ ഇവരൊക്കെ തൃക്കേട്ട നാളുകാരായ പ്രമുഖരിൽ ചിലരാണ്. ഇതിൽ നിന്നും തൃക്കേട്ട നാളിൻ്റെ മഹിമ നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായി കാണുമല്ലോ. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ശരീരകാന്തിയും സൽകീർത്തിയും പ്രഭുത്വവും ധനശക്തിയുള്ളവരും പ്രതാപശാലികളും ഉന്നത സ്ഥാനങ്ങളിൽ വിരാജിക്കുന്നവരും സംഭാഷണ ശൈലി വിശിഷ്ടമായിട്ടുള്ളവരും എവിടെ ചെന്നാലും പ്രാധാന്യം നേടിയെടുക്കുന്നവരും ദാനശീലരും സുന്ദരമായ മൂക്കും ഉയർന്ന നെറ്റിത്തടവും വലത് കൈയിൽ ഒരു മറുകുമുള്ളവരുമായിരിക്കും. അതുപോലെ തന്നെ കർമ്മനിരതരും പ്രവർത്തനങ്ങളിൽ ബുദ്ധികൂർമ്മതയും പ്രകടിപ്പിക്കുന്നവരും എന്നാൽ പുറമേ മനോബലം പ്രകടിപ്പിക്കുന്നവരെങ്കിലും ചഞ്ചല ഹൃദയരും ഭീരുക്കളുമായിരിക്കും. എല്ലാ പ്രവൃത്തികളിലും സാമർഥ്യമുള്ളവരും എന്നാൽ മുൻകോപം എടുത്തുചാട്ടവും വീണ്ടുവിചാരമില്ലാതെ പ്രവർത്തിക്കുന്നവരുമായിരിക്കും. ചൊവ്വ രാശാധിപനായതുകൊണ്ടാവാം ഈ സ്വഭാവവിശേഷത്തിന് കാരണം. രാശാധിപത്യം വെച്ച് ചൊവ്വയ്ക്കും നക്ഷത്രാധിപത്യം വെച്ച് ബുധനും ആധിപത്യമുള്ള നക്ഷത്രമാണ് തൃക്കേട്ട. അതിനാൽ ചൊവ്വയുടെ താമസഗുണവും ബുധൻ്റെ രാജസഗുണവും ഇവരിൽ സമന്വയിക്കുന്നു. ബുധൻ എഴുത്ത്, ഗണിതം, വാക്ക്, ആശയവിനിമയശേഷി, കൗശലബുദ്ധി, ജ്ഞാനം എന്നിവയുടെയെല്ലാം കാരകഗ്രഹമാണ്. അതിനാൽ തന്നെ തൃക്കേട്ട നക്ഷത്രക്കാർ ഏത് കാര്യവും എളുപ്പം പഠിക്കുന്നു. നല്ല ധാരണാശേഷിയും ബുദ്ധികൂർമ്മതയും ഇവർക്കുണ്ടാവും. ഒറ്റ നോട്ടത്തിലും ഒറ്റ കേൾവിയിലും കാര്യങ്ങളുടെ മർമ്മം ഇവർ ഗ്രഹിക്കുന്നു. ബുധന ജാതകത്തിൽ നല്ല ബലമുണ്ടായാൽ ഇവർ ഉന്നത വിദ്യാഭ്യാസം നേടുന്നവരും ഉന്നത പദവി അലങ്കരിക്കുന്നവരുമായി തീരും. ഉള്ളിലുള്ളത് വ്യക്തമായും കൃത്യമായും പറഞ്ഞു ഫലിപ്പിക്കാൻ ഇവർക്ക് കഴിയും. അടിസ്ഥാന വിദ്യാഭ്യാസം മാത്രം ഉണ്ടായിരുന്നാൽ പോലും തൃക്കേട്ട നക്ഷത്രക്കാർ ജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ വളരെ മുന്നിലായിരിക്കും. സൂര്യന് താഴെയുള്ള എന്തിനെക്കുറിച്ചും സാമാന്യ പരിജ്ഞാനം ഇവർക്കുണ്ടാവും. രാഷ്ട്രീയം, അധ്യാപനം, ഗവേഷണം, വക്കീൽപ്പണി, കലാരംഗം ഇങ്ങനെയുള്ള ഏതു മേഖലയിലും ഇവർക്ക് ശോഭിക്കാൻ കഴിയും. 4-ാം ഇടം കുംഭം രാശിയും അത് വൃശ്ചികൻ രാശിയുടെ അധിപനായ ചൊവ്വയുടെ ശത്രുവായ ശനിയുടെ രാശിയുമായതിനാൽ ശനിയുടെ ഉരുക്കു മനസ്സ് ഇവരുടെ മാതാവിൽ കണ്ടേക്കാം. ശനിയുടെ മൂലത്രികോണ രാശിയായ കുംഭൻ രാശിയാകാൽ പലവിധത്തിലുള്ള ദുരിതങ്ങളും ഇവരുടെ മാതാവിന് നേരിടേണ്ടതായി വന്നേക്കാം. 9-ാം ഇടം കൊണ്ട് പിതാവിനെ ചിന്തിക്കുമ്പോൾ 9-ാം ഇടം കർക്കിടകം രാശിയും രാശാധിപൻ ചന്ദ്രനുമാകിയാൽ മാതാവിനെ അപേക്ഷിച്ച് മൃദുത്വ സ്വഭാവവും പിതാവിനുണ്ടാവും. കർക്കിടകൻ രാശിയുടെ അധിപനായ ചന്ദ്രന് വൃത്തിക്ഷയങ്ങളുള്ളതിനാൽ ഇവരുടെ പിതാവിന് ഭാഗ്യനിർഭാഗ്യങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. തൃക്കേട്ട നക്ഷത്രക്കാരുടെ സഹോദരസ്ഥാനീയരെ ചിന്തിക്കുമ്പോൾ 3-ാം ഇടം മകരം രാശിയും അത് രാശാധിപനായ ചൊവ്വയുടെ ഉച്ചരാശിയും ശനിയുടെ സ്വക്ഷേത്രവുമായതിനാൽ അധികാരപദവിയും ഉള്ളവരും നാട്ടിലെ പ്രമുഖരും പ്രശസ്തരുമായിരിക്കും ഇവരുടെ സഹോദരന്മാർ. തൃക്കേട്ട നാളുകാരായ പുരുഷന്മാരുടെ ദാമ്പത്യം പൊതുവെ മെച്ചപ്പെട്ടതായിരിക്കും. പ്രേമലോലയും ഭർതൃഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഭാര്യയുമായിരിക്കും. 7-ാം ഇടം ചന്ദ്രൻ്റെ ഉച്ചരാശിയും ശുക്രൻ്റെ സ്വക്ഷേത്രവും ആകിയാൽ ഇവർ ദാമ്പത്യ സുഖം നന്നായി ആസ്വദിക്കുന്നവരായിരിക്കും. എന്നാൽ തൃക്കേട്ട നാളുകാരികളായ സ്ത്രീകളുടെ ദാമ്പത്യം അത്ര സുഖകരമായിരിക്കില്ല. തൃക്കേട്ട നാളുകാർക്ക് യോഗ്യരായ സന്താനങ്ങളെ ലഭിക്കും. ഇവരുടെ മീനം രാശി 5-ാം ഇടവും അത് വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രവും ബുധൻ്റെ നീചക്ഷേത്രവും ശുക്രൻ്റെ ഉച്ചക്ഷേത്രവുമായതിനാൽ മക്കളെ ചൊല്ലി ഉള്ളിൻ്റെ ഉള്ളിൽ തൃക്കേട്ട നാളുകാർ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യും. പക്ഷേ തൃക്കേട്ട നാളുകാർക്ക് സന്താനങ്ങളോടുള്ള സ്നേഹം പുറമേ കാണിക്കുന്ന കാര്യത്തിൽ മഹാപിശുക്കുള്ളവരായതിനാൽ അച്ഛനമ്മമാർക്ക് തങ്ങളോട് സ്നേഹക്കുറവുണ്ടോ എന്ന് സന്താനങ്ങൾ ചിന്തിച്ചേക്കാം. പ്രായണ 18 വയസ്സിനുമേൽ ഒരു സ്വതന്ത്രമായ ജീവിത രീതി ഇവർ കൈക്കൊള്ളുന്നു. 18-നും 26-നും മധ്യേ പലവിധത്തിലുള്ള ജീവിത വൈഷമ്യങ്ങളുമായി ഇവർക്ക് മെല്ലിടേണ്ടി വന്നേക്കാം. 27 വയസ്സ് മുതൽ അല്പാൽപമായ പുരോഗതി സിദ്ധിക്കുമെങ്കിലും 50 വയസ്സ് വരെ പ്രതിബന്ധങ്ങളെയും പ്രതികൂലങ്ങളെയും ഇവർക്ക് കൂടെ തരണം ചെയ്യേണ്ടതായി വന്നേക്കാം. ന്യായമായ ഒരു ജീവിതമാർഗം ഇവർക്ക് 50 വയസ്സിനു മേലെയായിരിക്കും കൈവരിക.
തൃക്കേട്ട നാളിൽ പറഞ്ഞിട്ടുള്ള മേൽഫലങ്ങൾ സ്ത്രീ പുരുഷന്മാർക്ക് ഒന്നുപോലെ യോജിക്കുന്നതാണെങ്കിലും തൃക്കേട്ട നാളിൽ ജനിച്ച സ്ത്രീകൾക്ക് മേൽപ്പറഞ്ഞവ കൂടാതെ ചില പ്രത്യേകതകൾ കൂടി ഉണ്ടാകും. ഇവർ വളരെ സൗന്ദര്യമുള്ളവരും പ്രഗത്ഭരുമായിരിക്കും. എളിമയോടുള്ള പെരുമാറ്റവും അടുക്കളപ്പണി മുതൽ ഓഫീസ് ജോലി വരെ ഒരേ ലയത്തോടെ നിർവഹിക്കാൻ കഴിവുള്ളവരും അതിൽ തൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു മുദ്ര ഇവർ പതിപ്പിക്കുന്നവരുമായിരിക്കും. വാക്കുമാറ്റി പറയാത്തവരും തൊട്ടതെല്ലാം പൊന്നാക്കുന്നവരും സന്താന ഗുണമുള്ളവരും ആയിരിക്കും. എന്നിരുന്നാലും പല ഭാഗ്യാനുഭവക്കുറവുകളും ഇവരുടെ ജീവിതത്തിലുണ്ടാകും. ഇവരുടെ ദാമ്പത്യ ജീവിതം അത്ര സുഖകരമായിരിക്കില്ല. ഭർത്താവുമായി സ്വരച്ചോർച്ച ഉണ്ടാകില്ല. പല വിധത്തിലുള്ള മനക്ലേശങ്ങളും ജീവിതത്തിൽ അനുഭവപ്പെട്ടേക്കാം. കാരണം കൂടാതെയുള്ളതും യഥാർത്ഥങ്ങളുമായ പല അപവാദങ്ങളും ജീവിതത്തിൽ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. അതിനാൽ അത്തരം കാര്യങ്ങൾക്ക് ഇവർ കഴിവതും ഇടം കൊടുക്കാതെ സൂക്ഷിച്ചാൽ ഒരു പരിധിവരെ ഇങ്ങനെയുള്ള മനക്ലേശങ്ങളിൽ നിന്നും ഒഴിവാകാൻ കഴിയും. ഇവർക്ക് ഗർഭാശയ രോഗങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. ഇതെല്ലാം അനുഭവപ്പെടുന്നത് തൃക്കേട്ട നക്ഷത്രത്തിൽ ജന്മാലും ഗോചരവശാലും പാപഗ്രഹങ്ങൾ വരുന്ന സമയത്തായിരിക്കും. തൃക്കേട്ട നാളുകാർക്ക് ചൊവ്വ, വ്യാഴം, തിങ്കൾ എന്നീ ദിവസങ്ങൾ ഉത്തമമാണ്. വടക്ക്, തെക്ക് ഇവ രണ്ടും അനുകൂല ദിക്കുകളാണ്. പ്രധാന കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഈ ദിക്കുകൾക്ക് അഭിമുഖമായിരിക്കുന്നത് നല്ലതാണ്. ദീർഘയാത്രകൾക്ക് പോകുമ്പോൾ ഈ ദിശകളിലേക്ക് ആദ്യത്തെ 1-2 ചുവടെങ്കിലും വെച്ച ശേഷം ഉദ്ദേശിച്ച ദിക്കിലേക്ക് പോവുക. 9ഉം 5ഉം ഇവർക്ക് ഭാഗ്യസംഖ്യകളാണ്. തൃക്കേട്ട നാളുകാർക്ക് പൂരാടം, തിരുവോണം, ചതയം, തിരുവാതിര, പുണർദം, ഉത്രം നാളുകാരുമായുള്ള വേഴ്ചയോ മറ്റു ബന്ധങ്ങളോ അത്ര നല്ലതല്ല. 2024 ഓഗസ്റ്റ് മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ ഭേദപ്പെട്ട ഗുണാനുഭവങ്ങളുടെ മാസമായി കാണുന്നു. എല്ലാ രംഗത്തും പുരോഗതി കൈവരും. വിവാഹപ്രായമായവർക്ക് വിവാഹം നടക്കാനോ നല്ല ആലോചനകൾക്ക് തുടക്കം കുറിക്കാനോ കഴിയും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉന്നതി കൈവരും. 2024 സെപ്റ്റംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ സാമ്പത്തിക ഭദ്രത കൈവരും. തൊഴിൽ രംഗത്ത് ഉയർച്ചയോ അംഗീകാരമോ ലഭിക്കും. മാതാപിതാക്കളുടെയും ഗുരുജനങ്ങളുടെയും അനുഗ്രഹമുണ്ടാവും. 2024 ഒക്ടോബർ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ മാസത്തിൻ്റെ ആദ്യ 15 ദിവസം ഗുണകരമായി കാണുന്നു. പ്രതീക്ഷയ്ക്കൊത്ത കാര്യങ്ങൾ നീങ്ങും. വിദ്യാർത്ഥികൾക്കും മത്സര പരീക്ഷയിൽ പങ്കെടുക്കുന്നവർക്കും ഉന്നതമായ വിജയം സിദ്ധിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ മാസാന്ത്യത്തിനു ശേഷം പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കും സാധ്യത കാണുന്നു. 2024 നവംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാസാദ്യം 15 ദിവസം അത്ര ഗുണകരമായിരിക്കില്ല കാര്യങ്ങൾ. എങ്കിലും മാസാന്ത്യത്തോടെ കിട്ടാനുള്ള പണം ലഭിക്കാൻ സാധ്യത കാണുന്നു. എല്ലാ കാര്യങ്ങളിലും അഭിവൃദ്ധി കൈവരും. പുതിയ ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യം ലഭിക്കും. ഗ്രഹനിർമ്മാണം പൂർത്തിയാക്കാനോ പുതിയ ഗ്രഹങ്ങൾ നിർമ്മാണത്തിന് തുടക്കം കുറിക്കാനോ കഴിഞ്ഞേക്കും. കുടുംബ സ്വത്തുകൾ കൈവശം വന്നു ചേരും. 2024 ഡിസംബർ മാസത്തെ ഗ്രഹചാരഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാ രംഗത്തും ഗുണകരമായ സമയമായി കാണുന്നു. വിദേശത്ത് പോകാൻ കാത്തിരിക്കുന്നവർക്കും സർക്കാർ ജോലിക്ക് നിയമനം കാത്തിരിക്കുന്നവർക്കും ഗുണകരമായ ഫലം സിദ്ധിക്കും. സാഹിത്യരംഗത്തും കലാരംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക ഉന്നതിയും അംഗീകാരവും ലഭിക്കും. നിങ്ങളുടെ ജാതകവശാൽ വലിയ ദശാദോഷങ്ങളില്ലെങ്കിൽ മേൽപ്പറഞ്ഞ ഫലങ്ങൾ അനുഭവയോഗ്യമാകും. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഓം ശ്രീ മഹാദേവിയേ നമഃ.